ഹായ് മക്കളെ, നിങ്ങളൊക്കെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടൊരു കമൻറ്റ് ചെയ്യുക, സാറേ ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഓണപ്പരീക്ഷയ്ക്ക് തുടങ്ങാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ടൈം ടേബിൾ വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം എന്താണ് നമുക്കത് വേഗം ചെയ്യാനുള്ളൊരു ത്വര വരും. ആൻഡ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പം ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു സംശയമാണ്, സാറേ ഓണപ്പരീക്ഷ ടഫാവോ എന്നുള്ളത്. സത്യം പറ, നിങ്ങൾക്ക് ഒരു സംശയമില്ലേ? ആ സംശയത്തിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത്. നിങ്ങൾ അവസാനം വരെ കാണട്ടോ. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാണ്ട്, എനിക്ക് വേണം എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഓണപ്പരീക്ഷ ഭയങ്കര എളുപ്പമാവും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ നല്ല സന്തോഷമാവും. ആൻഡ് ആ സന്തോഷം പങ്കുവെക്കാൻ ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും. ഓണപ്പരീക്ഷ പേടിക്കേണ്ട, ഈസിയാണ് സാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണ് ഓണപ്പരീക്ഷയ്ക്ക് സംഭവിക്കാൻ പോകുന്നുള്ള റിയാലിറ്റി പറയാനാണ്. ആൻഡ് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സത്യം എല്ലാ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ അവസാനം വരെ കാണട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാൻ ഒരു ചോദ്യം ഇട്ടിട്ടാണ്. ഞങ്ങളെ കഴിഞ്ഞ ലൈവിൽ ഞാനിതെന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചാൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു ചോദ്യമാണ്. പിന്നെ ഞാൻ ഈ ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം ടഫാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പെന്നും പേപ്പറൊക്കെ ഉണ്ട്. സർക്കിൾസ് എന്ന SSLC മാത്സിലെ രണ്ടാമത്തെ പാഠമായ വൃത്തങ്ങൾ സർക്കിൾസ് എന്ന പാഠത്തിലൊരു ചോദ്യമാണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. എന്ത് PDയുടെ നീളം കാണാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷേ വൃത്തത്തിൻ്റെ ആരം റേഡിയസ് കാണാനുള്ള ചോദ്യം അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 1 മാർക്ക് ഇതിനും 3 മാർക്ക് ഇതുമാണ്. അപ്പം ഈ റേഡിയസ് എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് പെന്നും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റുകൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് ഇത് കിട്ടുമോ നോക്കണം, ഇതിൻ്റെ ഉത്തരം കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കിട്ടിയാൽ ഉത്തരം കമൻറ്റ് ചെയ്യുക, കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല സാർ എന്ന് പറയാം. ആൻഡ് ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല ടഫാണല്ലോ തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെ ചോദ്യം എന്ത് ചെയ്യും, നിങ്ങളെ ഓണപ്പരീക്ഷയ്ക്ക് വരും. നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ 2020 ഫസ്റ്റ് ടേമിന് ചോദിച്ച ചോദ്യം ഇത് എന്ന് കരുതി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. എല്ലാ ചോദ്യവും ടഫാവുന്നല്ല പറയുന്നത്. അതായത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫൈനൽ എക്സാം SSLC ബോർഡ് എക്സാമിന് അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളിൽ നിന്ന് ഒരു 10 മുതൽ 12 മാർക്കിന് വരെയാണ് സാധാരണ ചോദിക്കുക. ഓക്കെ, അതെന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരികയെന്ന് മിക്കവാറും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനും പറ്റും. കാരണം കാലങ്ങളായിട്ട് അതിൽ നിന്നേ ചോദ്യം വരാറുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഓണപ്പരീക്ഷ എത്തുമ്പോൾ ഈ സെയിം പാഠത്തിൽ നിന്നും 30 മുതൽ 35 മാർക്കിന് വരെ ചോദ്യം വരും. ഇതേ അവസ്ഥയാണ് സർക്കിൾസ് വൃത്തങ്ങളെന്നും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഇടുന്ന ആളെ അവസ്ഥ ഒന്ന് ആലോചിച്ചോളാം. നിങ്ങളാണ് ചോദ്യം ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറും എളുപ്പ ചോദ്യം മതി, ഈ 12 മാർക്ക് ഒപ്പിക്കാം. പക്ഷെ 35 മാർക്കാമാലേ ആ ചോദ്യം തന്നെ വീണ്ടും വാല്യൂ മാറ്റിയിടേണ്ടി വരില്ലേ? അപ്പം എല്ലാ തരം ചോദ്യങ്ങളും വരും. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങളുടെ SSLC ഫൈനൽ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഉറപ്പായിട്ട് എന്തായിരിക്കും, ഓണപ്പരീക്ഷ കുറച്ച് ടഫായിരിക്കും. SSLCയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും ടഫ് പരീക്ഷയായിരിക്കും ഓണപ്പരീക്ഷ. അതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ക്രിസ്മസ്, കാരണം പാഠങ്ങളുടെ എണ്ണം കുറവാണ്. അതിനേക്കാൾ എളുപ്പമായിരിക്കും മോഡൽ. ആൻഡ് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ ഉറപ്പായിട്ടും എന്തായിരിക്കും, നിങ്ങൾ SSLC ഫൈനൽ തന്നെയായിരിക്കും. അപ്പം ഇതാണ് റിയാലിറ്റി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പാഠത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഇവർ കൊണ്ടുവന്നത്. എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, 35 മാർക്കിന് എവിടെ നിന്ന് ഉണ്ടാക്കാനാ അല്ലേ? അപ്പം അതാണ് റിയാലിറ്റി. കുറച്ച് ടഫായിരിക്കും ഓണപ്പരീക്ഷ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. അതിന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം. അതായത് ഇപ്പോൾ മാത്സിൻ്റെ കേസ് 80 മാർക്കിനാണ് പരീക്ഷ. ബാക്കി ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ 40 മാർക്കിനാണ്. പക്ഷെ 80 മാർക്കിനാണ് പരീക്ഷ എങ്കിലും എന്താണ്, നിങ്ങൾക്ക് മാത്സിൽ 108 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. അതായത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അടക്കം. അതായത് ഈ 80-ൽ നിന്നും ഒരു 28 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അഡീഷണലി നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ 28 എന്ത് ചെയ്യുള്ളൂ, ടഫായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു 20 മാർക്കിനൊക്കെ ഇതേപോലത്തെ ടഫ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ കണ്ടന്റും കൺസെപ്റ്റും നിങ്ങൾ ക്ലിയറായി പഠിച്ചാൽ തന്നെ 80-ൽ 80 കിട്ടാനുള്ള ചോദ്യങ്ങൾ അല്ലാതെ തന്നെ എളുപ്പവും ആവറേജും ആയിട്ടുണ്ടാവും. ടഫായിട്ട് വരുന്ന അതിൻ്റെ മുകളിലുള്ള മാത്രം. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് എവിടെയാണ് പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആവറേജ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ലേ ഉറപ്പായിട്ട് എന്തെങ്കിലും ബാക്കി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക അല്ലേ? അതെല്ലാം എളുപ്പമുള്ള ചോദ്യമാണെങ്കിൽ പോലും നമ്മൾ കുറേ തെറ്റിക്കൊക്കെ ചെയ്യുന്നില്ലേ? അത് ടാലി ആക്കാൻ കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ സ്കൂളൊക്കെ പഠിപ്പിച്ച ആ ഒരു ഫണ്ടമെൻ്റൽ, അല്ലെങ്കിൽ നമ്മൾ ലൈവിലൊക്കെ പറയുന്ന ആ ഫണ്ടമെൻ്റലി എന്താ പറയുക, ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഈ 80 മാർക്ക് ഉറപ്പിക്കാനുള്ള രീതിയിലെ പാഠം പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ പലരും അരിത്തമെറ്റിക് സീക്വൻസും സർക്കിൾസും പിന്നെ എന്താ പറയുക മാത്തമെറ്റിക്സ് ഓഫ് ചാൻസസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അത് അറിയായിരിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ടഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ആദ്യം തന്നെ പരീക്ഷ ടഫാണെന്ന് കരുതിയിട്ട് ഫുൾ ടഫിലല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസിയും ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് മുഴുവൻ തീർക്കുക. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യുക, ടഫ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. അപ്പോൾ സാറേ ടഫ് ക്വസ്റ്റ്യൻ എടുക്കട്ടാ, അത് നിങ്ങൾ പേടിക്കണ്ട. ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് A+ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഓരോ പാഠത്തു നിന്നുള്ള ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് തരാം, ഞങ്ങൾ തന്നെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, 80 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓണപ്പരീക്ഷ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഓണപ്പരീക്ഷ നിങ്ങളെ ഫൈനൽ എക്സാമിനേക്കാളൊക്കെ കുറച്ചും കൂടെ ടഫായിരിക്കും. പക്ഷേ എന്നാലും എന്താണ്, നിങ്ങൾക്ക് 80 മാർക്ക് വാങ്ങിക്കാനുള്ള ചോദ്യം, അല്ലെങ്കിൽ 40 മാർക്കിനുള്ള ചോദ്യം ആവറേജ് ആൻഡ് ഈസിയിൽ തന്നെ വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പോരാ, നിങ്ങൾ എക്സ്ട്രാ ചോദ്യങ്ങൾ. പിന്നെ എന്താ വെച്ചാൽ ഈ ചോദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ചിന്താശേഷിയൊക്കെ ഒന്ന് വളരും. അതാണ് ടഫ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളെ ലെവലൊന്ന് മാറും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞങ്ങൾ തരുന്ന ടഫ് ക്വസ്റ്റ്യൻസും കൂടെ തരിക. പേടിക്കേണ്ട, ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഈ ചാനലുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സംഭവം ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ആക്കാം. ബൈ ബൈ.